എല്ലാവർക്കും അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ബുർജ് ഖലീഫയുടെ കൂടെ തന്നെയുള്ള ദുബായ് മാളിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കുമാണ് യാത്ര ചെയ്യുന്നത്. ബുർജ് ഖലീഫയ്ക്ക് ചുറ്റുമുള്ള അത്യാധുനിക വാസ്തുവിദ്യയിൽ തീർത്ത അമ്പരചുംബികളായ കെട്ടിടങ്ങളും ആഡംബര ഹോട്ടലുകളും ലക്ഷറി വസതികളും നിറഞ്ഞ ഒരു ആധുനിക നഗരിയാണ് ഡൗൺ ടൗൺ. പ്രവാസികളുടെയും പൗരന്മാരുടെയും നാടായ ദുബായിലെ ജനങ്ങളുടെ ഐക്യവും സ്നേഹവും അടയാളപ്പെടുത്തുന്ന ജനകീയ മുന്നേറ്റമാണ് ഐ ലവ് ദുബായ്, അതായത് ഞാൻ ദുബായിയെ സ്നേഹിക്കുന്നു എന്നുള്ള ക്യാമ്പയിൻ. മണലാരണ്യത്തിൽ നിന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് വളർന്ന ഈ നഗരത്തോടുള്ള ജനങ്ങളുടെ ആത്മബന്ധം വെളിപ്പെടുത്തുന്നതാണ് ഈ പദ്ധതി. കൈറ്റ് ബീച്ചിൽ ഒരു ചെറിയ കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഇത് തുടങ്ങിയത്. 150-ൽ അധികം രാജ്യങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് ആളുകൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായി. വിവിധ സംസ്കാരങ്ങളുടെ സംഗമം, ഓരോ വ്യക്തിയുടെയും കഥകളും അനുഭവങ്ങളും കോർത്തിണക്കി ദുബായിയോടുള്ള സ്നേഹം ഒരു വലിയ ഡിജിറ്റൽ ചിത്രമായി ഇവിടെ അവതരിപ്പിക്കുന്നു. ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായ ബുർജ് ഖലീഫയിൽ 2014 കൂടെ ആണ് ബാഹ്യഭാഗത്ത് വൻതോതിൽ LED ലൈറ്റുകൾ സ്ഥാപിച്ചത്. 28 കിലോമീറ്റർ നീളം വിസ്തൃതമായ V-സ്റ്റിക് LED ലീനിയർ ലൈറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ 11 ലക്ഷത്തിലധികം RGB പിക്സലുകൾ ഇതിൽ പ്രവർത്തിക്കുന്നു. 250 കിലോമീറ്ററിലധികം കേബിളുകൾ ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട്. UAE ദേശീയ ദിനം, പുതുവത്സര ആഘോഷം തുടങ്ങിയ പ്രത്യേക ദിവസങ്ങളിലെ ലോകപ്രശസ്തമായ വെളിച്ച വിരുന്നുകൾക്ക് ജീവൻ നൽകുന്നത് ഈ സാങ്കേതിക വിദ്യയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ബുർജ് ഖലീഫ കെട്ടിടത്തിന് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്ന 30 ഏക്കർ വിസ്തൃതിയുള്ള കൃത്രിമ ജലാശയമാണ് ബുർജ് ഖലീഫ തടാകം. MR പ്രോപ്പർട്ടീസ് നിർമ്മിച്ച ഈ വലിയ തടാകം ലോക പ്രശസ്തമായ ദുബായ് ഫൗണ്ടൻ്റെ ആസ്ഥാനം കൂടിയാണ്. മരുഭൂമിയിൽ നടുവിൽ ഇത്രയും വലിയൊരു ജലാശയം നിർമ്മിച്ചത് ദുബായിയുടെ വികസന ചരിത്രത്തിലെ വലിയൊരു അത്ഭുതമാണ്. പ്രകൃതിദത്ത ജലസ്രോതസ്സുകളില്ലാത്ത മരുഭൂമിയിൽ പൂർണ്ണമായും മനുഷ്യൻ്റെ കഠിന അധ്വാനത്തിലൂടെ നിർമ്മിച്ച ഒരു കൃത്രിമ തടാകമാണിത്. കെട്ടിടത്തിൻ്റെ അടിത്തട്ടിലെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിനും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനുമാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ തടാകത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ നൃത്തം ചെയ്യുന്ന ജലധാരയായ ദുബായ് ഫൗണ്ടൻ പ്രവർത്തിക്കുന്നത്. തടാകത്തിലെ ജലം റീസൈക്കിൾ ചെയ്തും പ്രത്യേക ശുദ്ധീകരണ സംവിധാനങ്ങൾ വഴിയുമാണ് പരിപാലിക്കുന്നത്. ബുർജ് ഖലീഫയുടെ തിളങ്ങുന്ന ദൃശ്യം ഈ തടാകത്തിൻ്റെ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നത് സഞ്ചാരികൾക്ക് മനോഹരമായ ഒരു അനുഭവമാണ് നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകളിൽ ഒന്നായ ദുബായ് മോളിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. ഇതിൻ്റെ ആർക്കിടെക്ചർ അത്ഭുതങ്ങളിൽ അതിൻ്റെ സീലിങ്ങും ഫ്ലോറിങ്ങും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. വെറുമൊരു അലങ്കാരത്തിനപ്പുറം ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഈ ഭീമൻ മാളിലെ ജനത്തിരക്ക് നിയന്ത്രിക്കാനും വ്യത്യസ്ത തീമുകൾ ഒരുക്കാനും ഇവ സഹായിക്കുന്നു. ദുബായ് മാളിലെ ആപ്പിൾ സ്റ്റോർ ഒരു അടിപൊളി ലുക്ക് തന്നെയാണ്. ഈ സ്റ്റോർ വെറുമൊരു മൊബൈൽ ഷോപ്പ് മാത്രമല്ല, മറിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ വാസ്തുവിദ്യ വിസ്മയങ്ങളിൽ ഒന്നാണ്. ഈ സ്റ്റോറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ മുൻവശത്തുള്ള 18 ഭീമാകാരമായ സോളാർ വിങ്സ്, അതായത് ചലിക്കുന്ന വിൻഡോകളാണ്. 37.5 അടി ഉയരമുള്ള ഇവ കാർബൺ ഫൈബർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അറബ് സംസ്കാരത്തിലെ പരമ്പരാഗത ജാലക ഡിസൈനായ മാഷ്റബിയയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പകൽ സമയത്ത് കടുത്ത ചൂടിൽ നിന്ന് സൂര്യപ്രകാശത്തിൽ നിന്നും സ്റ്റോറിനെ തണുപ്പിച്ച് നിർത്താൻ ഈ സോളാർ വിങ്സ് അടഞ്ഞുകിടക്കും. എന്നാൽ വൈകുന്നേരങ്ങളിൽ ഇവ പൂർണ്ണമായും തുറക്കുകയും ആളുകൾക്ക് പുറത്തുള്ള ബാൽക്കണിയിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുന്നു. ഇവിടെ ടുഡേ അറ്റ് ആപ്പിൾ എന്ന പേരിൽ ഫോട്ടോഗ്രാഫി, കോഡിംഗ്, മ്യൂസിക് ഡിസൈനിങ് എന്നിവയിൽ സൗജന്യ വർക്ക്ഷോപ്പുകൾ ദിവസവും നടത്തപ്പെടുന്നു. തുടക്കകാലത്ത് ഈ സ്റ്റോറിലെ സ്റ്റാഫുകൾക്ക് 45-ലധികം ഭാഷകൾ സംസാരിക്കാൻ അറിയാമായിരുന്നു. ഇത് വിനോദസഞ്ചാരികളെ സഹായിക്കാൻ ഒത്തിരി ഉപകരിച്ചു. ഇനി നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് വേദി അക്വേറിയത്തിലേക്കാണ്.
ഇംഗ്ലീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനായ ഫിലിപ്പ് ഗോസ് ആണ് അക്വേറിയം എന്ന വാക്ക് ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ചെടികളും മീനുകളും ഒന്നിച്ച് ഒരു ഗ്ലാസ് ടാങ്കിൽ ഇട്ടാൽ വെള്ളം കേടാകാതെ ഓക്സിജൻ നിലനിൽക്കുമെന്ന് അദ്ദേഹം കണ്ടെത്തി. 20-ാം നൂറ്റാണ്ടിലെ ഇന്നത്തെ അക്വേറിയങ്ങൾ വൈദ്യുതി, ഫിൽട്ടറുകൾ, എയർ പമ്പുകൾ, ഹീറ്ററുകൾ എന്നിവ വന്നതോടെ പരിപാലനം വളരെ എളുപ്പമായി മാറി. ഇന്ന് വെറും മീൻ വളർത്തൽ മാത്രമല്ല, വെള്ളത്തിനടിയിൽ ജീവനുള്ള ചെടികളും പാറകളും ഉപയോഗിച്ച് പ്രകൃതി ഭംഗി ഒരുക്കുന്ന അക്വാസ്കേപ്പിംഗ് എന്ന കലയും ലോകമെമ്പാടും പ്രത്യേകിച്ച് കേരളത്തിലും വളരെ ജനപ്രിയമാണ്. 2008 നവംബർ 4 ദുബായ് മോൾ അക്വേറിയം പ്രവർത്തനം ആരംഭിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ അക്വേറിയങ്ങളിൽ ഒന്നാണിത്. ഇതിൽ 1 കോടി ലിറ്റർ വെള്ളവും സ്രാവുകളും ഉൾപ്പെടെ 140-ലധികം വിഭാഗങ്ങളിൽ നിന്നുള്ള 300-ലേറെ സമുദ്ര ജീവികളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ അക്വേറിയത്തിനുള്ള ഗിന്നസ് റെക്കോർഡ് ഇതിന് ലഭിച്ചു. 1 കോടി ലിറ്റർ വെള്ളം കൊള്ളുന്ന ഈ കൂറ്റൻ ഫിഷ് ടാങ്കിന് മാളിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് സ്ഥിതി ചെയ്യുന്നത്. $48 മീറ്റർ നീളമുള്ള ഗ്ലാസ് ടണലിലൂടെ നടക്കുമ്പോൾ സ്രാവുകളും മനോഹരമായ മത്സ്യങ്ങളും തലയ്ക്ക് മീതെ നീന്തി തുടിക്കുന്നത് കാണാൻ അതിമനോഹരമാണ്. കടലിനടിയിലൂടെ വിവിധ ആവാസ വ്യവസ്ഥകളും ജീവികളെയും പരിചയപ്പെടുത്തുന്നതിനായി അണ്ടർ വാട്ടർ സൂ എന്ന പ്രത്യേക വിഭാഗം തന്നെ ഇവിടെയുണ്ട്. ദിവസവും നിശ്ചിത സമയങ്ങളിൽ വിദഗ്ധരായ ഡ്രൈവർമാർ ടാങ്കിനുള്ളിൽ ഇറങ്ങി സ്രാവുകൾക്കും സ്റ്റിംഗ് റേ, അതായത് തിരണ്ടി മത്സ്യങ്ങൾക്കും മറ്റുമായി ഭക്ഷണം നൽകുന്നു. മത്സ്യങ്ങളുടെ ആഹാര രീതികളെക്കുറിച്ചും സ്വഭാവങ്ങളെക്കുറിച്ചും സന്ദർശകർക്ക് ഇവിടെ നിന്ന് അറിവ് പകർന്നു നൽകുന്നുണ്ട്. ഇതിലുള്ള പ്രധാന മത്സ്യങ്ങളാണ് സാൻഡ് ടൈഗർ ഷാർക്ക്. മണൽ നിറമുള്ള ശരീരത്തിൽ പുള്ളികളുള്ളതും കാണാൻ ഭംഗിയുള്ളതും എന്നാൽ ശക്തവുമായ ഒരു തരം സ്രാവാണ് ഇത്. പവിഴപ്പറ്റുകളുടെ ഇടയിൽ കാണപ്പെടുന്ന മറ്റൊരു ഇനമാണ് റീഫ് ഷാർക്ക്. സ്റ്റെയിൻ ഗ്രേ ഓർ റേ ഫിഷ് പരന്ന ശരീരത്തോടു കൂടിയതും ചിറകുകൾ വീശി സമുദ്രത്തിൽ ഒഴുകി നടക്കുന്നതുമായ മത്സ്യം. ജയന്റ് ഗ്രൂപ്പർ വലിപ്പമുള്ളതും പതുക്കെ നീന്തുന്നതുമായ വലിയ സമുദ്ര മത്സ്യം. പുള്ളിപ്പുലികളെപ്പോലെ ശരീരത്തിൽ പുള്ളികളുള്ള സ്രാവാണ് ലെപ്പേർഡ് ഷാർക്ക്. കടലിനടിയിലെ കാഴ്ചകൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് അനുഭവവേദ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്രയും വെള്ളം കൊള്ളുന്ന ഈ വലിയ ടാങ്ക് നിർമ്മിച്ചത്. ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ നല്ല കാഴ്ചകളുമായി ഇനി എത്തും വരേക്കും എല്ലാവർക്കും നന്ദി. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു.